നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 19 കർക്കിടകം 4-ാം തീയതി വെള്ളിയാഴ്ചയാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മരണത്തിൽ UDF-ന്റെ പ്രതിഷേധം ഇന്നും തുടരും. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. NDA സംസ്ഥാനതല നേതൃയോഗവും ഇന്നുണ്ടാകും. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. ശക്തമായ മഴ തുടരുന്നുമുണ്ട് പല പ്രദേശങ്ങളിലും. വയനാട്ടിലെ മുത്തങ്ങ വനമേഖലയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് രാത്രി കുടുങ്ങിയവരെ പുറത്തെത്തിച്ചു. 500ഓളം പേരാണ് ദേശീയപാതയിൽ കുടുങ്ങിയത്. വെള്ളക്കെട്ടിൽപ്പെട്ട് കേടായ വാഹനങ്ങൾ പുറത്തെത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, എനിക്ക് തോന്നുന്നു ഇന്നലെ മുഴുവനും വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വന്നത്. പലരും വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു വശത്ത് നടക്കുന്നു. ഇന്നിപ്പോൾ മുത്തങ്ങ വനമേഖലയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണോ വരുന്നത്? പൂർണ്ണമായും ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുത്തങ്ങ മൂലഹള്ള ദേശീയപാതയിലാണ് ഈ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇതേ തുടർന്നാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ മിനിഞ്ഞാന്ന് വൈകിട്ട് മുതൽ വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു. പക്ഷേ അത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. വാഹനങ്ങൾക്കൊക്കെ പോകാമായിരുന്നു, ചെറിയ വാഹനങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ ഇന്നലെ സ്ഥിതി മാറി. ഇന്നലെ വൈകിട്ടോടുകൂടി വെള്ളം കയറി, അരപ്പൊക്കം വെള്ളമായി. പിന്നീട് വലിയ അളവിൽ വെള്ളം കയറിയതോടുകൂടിയാണ് രാത്രി 8 മണിയോടുകൂടി വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായത്. കൊടുങ്കാടാണ്. കൊടുങ്കാട്ടിൽ പൊൻകുഴിക്കടുത്തായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഒരുപാട് വാഹനങ്ങൾ, 500ഓളം പേരെയാണ് രാത്രി തന്നെ മാരത്തോൺ രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ബത്തേരിയിലെ വികസന സമിതിയും വികസന കൂട്ടായ്മയും അതോടൊപ്പം മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ആളുകളും എല്ലാവരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ചിലരെ ട്രക്കിംഗ് പാത വഴി പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇതിനിടയിൽ കാട്ടാനശല്യം വന്നു. കാട്ടാനശല്യത്തെ തുടർന്ന് ആ ഉദ്യമം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി എല്ലാ ആളുകളെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി നാശമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം തന്നെ വനപാതയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് രാവിലെ പുറത്തേക്ക് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളതാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. മഴ ശക്തമായി പെയ്യുന്നുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടി നല്ല മഴ പെയ്തിരുന്നു. പക്ഷേ ഇടവിട്ട് ശക്തമായ രീതിയിലുള്ള മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണ നിലയിലേക്ക് വയനാട് ഇനിയും മടങ്ങിയിട്ടില്ല. ഇന്നലത്തെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ ദേശീയപാതയിൽ വെള്ളക്കെട്ട് പതുക്കെ വലിയുന്നുണ്ട്. വേഗത്തിൽ വെള്ളം വലിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ദേശീയപാത. ഈ വനമേഖല മൈസൂരുവിലേക്ക് പോകുന്ന പാതയാണിത്. വെള്ളക്കെട്ട് പെട്ടെന്ന് വലിയുന്ന രീതിയിലാണ് അവിടെ ഉള്ളത്. പക്ഷേ മറ്റിടങ്ങളിൽ എല്ലാം തന്നെ പുഴ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയാണ് ഉള്ളത്. 27 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 1000-ലേറെ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴുണ്ട്. ഈ കബനിപ്പുഴയിൽ നീരൊഴുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ തുടരുകയാണ്. പനമരം മേഖലയിൽ ഉൾപ്പെടെ പനമരം, വള്ളിയൂർക്കാവ് അടക്കമുള്ള മേഖലയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. സുർജിത്ത്, ഈ വയനാട്ടിൽ പല വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോ യാത്രാ നിയന്ത്രണങ്ങളുണ്ടോ? അതൊന്ന് ഒരു വശത്ത്. മറ്റൊന്ന്, ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരുപാട് പേർ പോകാൻ മടിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവരവരുടെ വീട് വിട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഒരു മുൻകരുതൽ നിയന്ത്രണങ്ങൾ അതൊക്കെ എങ്ങനെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്? അത് ഒറ്റപ്പെട്ട സംഭവമാണ് സ്മിത, വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. പരമാവധി ആളുകൾ, അതായത് ഈ മലയിടിച്ചിൽ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യത ഇതെല്ലാം ഉള്ള മേഖലയാണ് വയനാട്. സ്വാഭാവികമായും ആളുകളോട് അവിടെ നിന്നും നേരത്തെ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതാണ്. ഇതിനിടയിൽ ചില ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ നിർബന്ധിച്ച് മാറ്റാനുള്ള നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ മേപ്പാടിയിൽ നിന്നാണ് അത്തരത്തിലൊരു കാഴ്ച ഉണ്ടായത്. മേപ്പാടിയിൽ പുഴയോരത്ത് കുത്തിയൊലിക്കുന്ന പുഴയോരത്താണ് ഒരു ആദിവാസി കുടുംബം, 4 കുട്ടികൾ സഹിതമുള്ള ആദിവാസി കുടുംബം തങ്ങിയിരുന്നത്. അവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക്
മാറ്റാൻ വേണ്ടി ഇന്നലെ തന്നെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ അവിടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ എത്തി അവരെ പൂർണ്ണമായും അവരെ മാറ്റാൻ പോലീസ് സംവിധാനത്തെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എന്തായാലും മഴ കനത്ത് തുടരുന്ന സാഹചര്യം വയനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു, ഇന്ന് ഓറഞ്ച് അലേർട്ട് ആണുള്ളത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ ക്യാമ്പുകളിലേക്ക് മാറുന്നുണ്ട്. ഇനി കൂടുതൽ മഴ ശക്തമായാൽ ചിലപ്പോൾ വയനാട്ടിന്റെ സാഹചര്യം ചിലപ്പോൾ മാറിയേക്കാം. എന്തായാലും അങ്ങനെ മഴയില്ല, ഇടവിട്ട് ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. വനത്തിൽ അകപ്പെട്ടവരെ ഇന്ന് രാവിലെ പുലർച്ചെയോടെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരവും നൽകുന്നു. ശക്തമായ മഴ തുടരുന്നതിനാൽ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചു തന്നെ മുന്നോട്ട് പോകാം. ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് മരം വീണ് ഭാഗികമായ വീട് തകർന്നു. ഇടത്തറമുക്ക് സ്വദേശി ഇസ്മായിലിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഒരാൾക്ക് പരിക്കേറ്റു. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അവിടെ മഴ കനത്ത് പെയ്തപ്പോഴാണോ ഇതുണ്ടായത്? ശക്തമായ കാറ്റുണ്ടോ? ആ വീടിൻ്റെ ഒരു അവസ്ഥ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വല്ലാത്ത വീടിൻ്റെ ഒരു അവസ്ഥയും വല്ലാത്ത കഷ്ടത്തിലാണ് അല്ലേ? സ്മിത, ശക്തമായ കാറ്റിലാണ് വൻമരം കടപുഴകി ഇസ്മായിലിന്റെ വീടിന് മുകളിലേക്ക് വീഴുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു. ഇടുക്കിയിൽ പൊതുവെ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ടെങ്കിൽ പോലും ഹൈറേഞ്ച് മേഖലയിൽ ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ അത്തരത്തിലൊരു മഴയും കാറ്റും കൂടി ഒരുമിച്ച് പെയ്തപ്പോഴാണ് ഈ മരം കടപുഴകി ഇസ്മായിലിന്റെ വീടിന്റെ മുകളിലേക്ക് വീണത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്മായിലും ഭാര്യയും മകനും ആയിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇസ്മായിലിന്റെ ഭാര്യയ്ക്ക് നേരിയ നിസാര പരിക്കുണ്ട്. സാരമായ പരിക്കുള്ള അല്ല. ആശുപത്രിയിൽ പോയി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ബന്ധുവീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ വീട് പൂർണ്ണമായും തകർന്നതുകൊണ്ട് അവിടുത്തെ സാധനങ്ങൾ ഉൾപ്പെടെ അടുത്ത വീടുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുൾപ്പെടെ അവർ ചെയ്യുകയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഇടത്തറമുക്ക് സ്വദേശി ഇസ്മായിലിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് ഒരാൾക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മിഥില ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും. ആദ്യം മിഥിലയിലേക്കാണ്. മിഥില, കോഴിക്കോട് ഇന്ന് പ്രഭാതത്തിൽ എന്താണ് സ്ഥിതി? വലിയ രീതിയിലുള്ള മഴ പെയ്തതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. മഴക്കെടുതികളും രൂക്ഷമായിരുന്നല്ലോ. തീർച്ചയായും സ്മിത, ഇന്നലെ അങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ശക്തമായ മഴയായിരുന്നു. പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ നിലംപതിച്ചു. ഒപ്പം തന്നെ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായി. വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. കിണർ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. നിലവിലിപ്പോൾ ഓറഞ്ച് അലർട്ടാണുള്ളത്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുറ്റ്യാടി പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും ഉണ്ടായത് അങ്ങനെയാണ്. ചാലിയാറും ചെറുപുഴയും എല്ലാം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ഈ പുഴകളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ, മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. ഇന്നലെ രാത്രി അതിശക്തമല്ല മഴ എങ്കിൽ പോലും ഇപ്പോൾ രാവിലെ മുതൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾക്കല്ല സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ മഴ ഇപ്പോൾ ഉണ്ട്. രാത്രി അതിശക്തമായിരുന്നില്ല മഴ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമീണ അല്ലെങ്കിൽ നഗര വ്യത്യാസമില്ലാതെ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. സ്മിത. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇന്നലെ കണ്ണൂരിലും വയനാട്ടിലുമായിരുന്നു ഏറ്റവും രൂക്ഷമായ ഒരു വെള്ളക്കെടുതികൾ നമ്മൾ കണ്ടത്. ഇന്നത്തെ സാഹചര്യം എന്താണ്? സ്മിത, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായ ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം രാത്രി വരെയും പുലർച്ചെ വരെയും അതിശക്തമായ മഴയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ലഭ്യമായത്. മിക്കവാറും മലയോര ഇടങ്ങളിലൊക്കെ ഇടവിട്ട് അതിശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നതാണ്. ഒപ്പം മലയോര മേഖലകളിലാണെങ്കിലും ഒപ്പം ജില്ലയുടെ പൊതുവായ ചിത്രം പരിശോധിക്കുകയാണെങ്കിലും പുഴകളിലെയും തോടുകളിലെയും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി കുതിച്ചുയരുന്നുണ്ട്. മലയോരത്ത് നിന്ന് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ അടക്കമുണ്ട്. നേരത്തെ ആറളം പുഴയും നുച്ചാട് പുഴയും ഒക്കെ കഴിഞ്ഞ ദിവസം കരകവിഞ്ഞ് ഒഴുകിയിരുന്നു. ജലനിരപ്പിൽ കാര്യമായ മാറ്റമില്ല. വളപട്ടണം പുഴയിലും ജലനിരപ്പ് കാര്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ മിക്കവാറും ഇടങ്ങളിലും ഒക്കെ പുഴകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുകയാണ്. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ജില്ലയിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ
വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കണ്ണൂരിൻ്റെ നഗരമേഖലകളിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ട്. അതിൽ അഴീക്കോട്, മണൽ ഉൾപ്പെടുന്ന മേഖല, താഴെ ചൊവ്വാം, എളയാവൂർ ഉൾപ്പെടുന്ന മേഖലകൾ, കൂത്തുപറമ്പിലെ എടയാർ എന്നിങ്ങനെ, ഒപ്പം തലശ്ശേരിയിലെ വിവിധ ഇടങ്ങൾ, ചമ്പാട് ഉൾപ്പെടുന്ന ചമ്പാടിൻ്റെ പരിസര പ്രദേശങ്ങളിലടക്കം വിവിധ ഇടങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ട്, അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, പെരുവാമ്പ പുഴയിൽ വയോധികയെ കാണാതായി എന്നൊരു സംശയമുണ്ട്. കൊടൂർ സ്വദേശിയായ മാധവി എന്ന 70-കാരിയെയാണ് പെരുവാമ്പ പുഴയിൽ കാണാതായി എന്ന് സംശയിക്കുന്നത്. ഇന്നലെ മുതൽ ഇവരെ കാണാതായിട്ടുണ്ട്. അവരുടെ കുടയും ചെരുപ്പും ഈ പുഴയുടെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അവരുടെ വീട് അതിന് സമീപത്ത് തന്നെയാണ്, തൊട്ട് സമീപത്ത് തന്നെയാണ്. കാണാതായിട്ടുണ്ട്. അവർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഫയർഫോഴ്സ് ടീമും ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അംഗങ്ങളും എത്തി തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താനായിട്ടില്ല. വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തിരച്ചിൽ നിർത്തി. ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. അക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയിലേക്കോ സ്ഥിരീകരണത്തിലോ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം കോഴിച്ചാൽ അടക്കമുള്ള മേഖല, അങ്ങനെ ഇപ്പോൾ താഴെച്ചൊവ്വയിലെയും വെറ്റിലപ്പള്ളി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ, എളയാവൂർ, ഒപ്പം എടയാർ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തേക്ക് എത്തിച്ച് മാറ്റേണ്ട സ്ഥിതി വന്നു. കുറേയധികം ആളുകൾ ബന്ധുവീട്ടിലേക്കാണ് മാറിയിരിക്കുന്നത്. 4 ക്യാമ്പുകൾ, 2 താലൂക്കുകളിലായി 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അത് പരിഗണിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയുമായിരിക്കും. സ്മിത. ശരി, സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ മഴ ശക്തമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രഭാതത്തിൽ വന്ന ആ ഒരു സങ്കടകരമായ വാർത്ത, 70 വയസ്സായ ഒരു അമ്മയെ കാണാതായിട്ടുണ്ട്. തെരച്ചിൽ ഇന്ന് രാവിലെ തന്നെ പുനരാരംഭിക്കും എന്നുള്ള വിവരമാണ്. വരും മണിക്കൂറുകളിൽ ആ തെരച്ചിൽ എങ്ങനെ പോകുന്നു, അമ്മയെ കണ്ടെത്താനായോ എന്നുള്ള വിവരങ്ങൾ സജോ ദേവസ്യ നമുക്ക് നൽകുകയും ചെയ്യും. കാസർഗോഡേക്കാണ്. തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടി, അതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത്. 70ഓളം വീടുകളിൽ വെള്ളം കയറി. നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത മുന്നറിയിപ്പുകളുണ്ട്. അരുൺ പാറയ്ക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന്. അരുൺ, കഷ്ടമാണോ? എങ്ങനെയുണ്ട് വെള്ളം? ഈ വീടുകളിലേക്കാണോ ഈ വെള്ളം ഇരച്ചു കയറുന്നത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കാസർഗോഡ് തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ഉയർന്നത്. തേജസ്വിനി പുഴയുടെ പല ഭാഗങ്ങളും കരകവിഞ്ഞു. ഈ താഴ്ന്ന പ്രദേശങ്ങൾ, തേജസ്വിനി പുഴ കടന്നു പോകുന്ന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലാണ്. കാസർഗോഡ് നീലേശ്വരത്താണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി ഉണ്ടായത്. പോടോൻ തുരുത്തി, പേരോൽ വില്ലേജ് ആണ്. പോടോൻ തുരുത്തിയിൽ വീടുകളിൽ വെള്ളം കയറി. 70ഓളം വീടുകളിൽ വെള്ളം കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ഈ ജലനിരപ്പ് ഉയരാൻ കാരണം. എന്തായാലും ഈ നദീതീരത്ത് താമസിക്കുന്നവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 5 കുടുംബങ്ങളെ, പോടോൻ തുരുത്തിയിൽ 5 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. ചാത്തമത്ത 7 കുടുംബങ്ങൾ ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചു. ഒരു കുടുംബത്തിലെ 4 പേരെ ചാത്തമത്ത ഒരു ക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക്, ക്യാമ്പിലേക്കും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നദീ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ആളുകൾ അനാവശ്യമായി നദീതീരത്തേക്ക്, അതായത് പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശവും കർശനമാണ്. എന്തായാലും ജലനിരപ്പ് ഇപ്പോൾ ഉയരുന്ന ചെറിയ അയവ് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ഈ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം, നദി കരകവിയാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഴ അല്പം ശമനമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. സ്മിത. ശരി, കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത്. 70ഓളം വീടുകളിൽ വെള്ളം കയറി. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. മലപ്പുറം ജില്ലയിലെ അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ദേവികുളം താലൂക്കിലും ചിന്നക്കനാൽ പഞ്ചായത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അപ്പോൾ അവധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ അവധി വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകർ ഒരുപാട് പേർ ഇന്ന് എവിടെയെല്ലാം അവധി എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണിത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി എൻ ജോയ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ UDF ഇന്ന് കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിക്കും. രാവിലെ 8 മണി മുതലാണ് ഉപരോധം. ഉച്ചയ്ക്ക് കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ മേയർക്കെതിരെ വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ കൗൺസിലേഴ്സിന്റെ തീരുമാനം. അതേസമയം മഴ കനത്തതോടെ തലസ്ഥാനത്തെ മാലിന്യ നീക്കം കൂടുതൽ ഊർജിതമാക്കാനാണ് കോർപ്പറേഷന്റെ ആലോചന. മാലിന്യം പേറുന്ന തോടുകളും പുഴകളും 24ന്റെ വാർത്താ പരമ്പര കണ്ണു തുറക്കൂ കാണൂ.
മാലിന്യത്തിൽ വീണ് ഒരു ജീവൻ പൊലിഞ്ഞിട്ടും പാഠം പഠിക്കാത്തവരാണ് നമ്മുടെ ഭരണകർത്താക്കൾ. മലപ്പുറത്ത് തോട്ടിലും റോഡിലും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പോലും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. മഴ ശക്തമായതോടെ മാലിന്യം വിവിധയിടങ്ങളിലേക്ക് പരന്നൊഴുകുന്ന കാഴ്ചയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ. മാലിന്യം കുന്നുകൂടുന്നതിനെതിരെ ഉദ്യോഗസ്ഥരെയും നമ്മുടെ സംവിധാനങ്ങളെയും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആരാണ് എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കണം. മലപ്പുറം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. മാലിന്യം മല പോലെ കുന്നുകൂടുകയാണ്. കനാലിലേക്കും തോട്ടിലേക്കുമെല്ലാം മാലിന്യം വലിച്ചെറിഞ്ഞ് തോടിന്റെ സുഗമമായ ഒഴുക്ക് നിലച്ച മട്ടാണ്. മലപ്പുറം എടവണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടായ വലിയ തോട്ടിലെ മാലിന്യ കൂനയാണ് നമ്മൾ ഈ കാണുന്നത്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി നേരത്തെ നടത്തിയിരുന്നെങ്കിലും നിലവിൽ എല്ലാം നിലച്ച മട്ടാണ്. കാരണം ഇതിനൊരു പ്രതിവിധി ഉണ്ടാവണം. കാരണം ഇത് നമ്മുടെ സംരക്ഷിക്കേണ്ട നമ്മുടെ തോട് നമ്മൾ തന്നെ അത് വൃത്തിയായിട്ട് കൊണ്ടുപോകേണ്ട ചുമതല അത് നമുക്കുണ്ട്. ഒരുപാട് കുടിവെള്ള സ്രോതസ്സുള്ള ചാലിയാറിന്റെ കൈവരി തോടാണിത്. ഇതില് ഈ രാത്രിയുടെ മറവില് ആൾക്കാർ മാലിന്യങ്ങൾ എറിഞ്ഞ് ആകെ വൃത്തികേടാക്കിയാണ്. ഇത് കുറെ കാലമായി ഇങ്ങനെ കിടക്കുന്നത്. ഈ മാലിന്യം ചെന്നു ചേരുന്നത് മീറ്ററുകൾക്കപ്പുറത്തുള്ള ചാലിയാറിലാണ്. രാത്രിയുടെ മറവിലാണ് തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൽ കൂടുതൽ. അഴുക്കുചാലിലും കനാലിലുമെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ അടിയന്തര പ്രാധാന്യത്തോടെ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു കാഴ്ചയാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കാഴ്ച. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. ഈ വേളയിൽ നിലമ്പൂർ നഗരസഭാ കോമ്പൗണ്ടിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ദിവസങ്ങളോളം നഗരസഭാ പരിസരത്ത് സൂക്ഷിച്ച ശേഷമാണ് ഈ മാലിന്യം ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകുന്നത്. മഴ ശക്തമായതോടെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ പൊട്ടിയൊലിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കിടയിൽ പാമ്പ്, എലി എന്നീ ഇഴജന്തുക്കളും കൊതുക് ശല്യവും രൂക്ഷമാണ്. ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. മാലിന്യം നീക്കം ചെയ്യാൻ സ്വന്തമായി സംവിധാനങ്ങളുണ്ടെന്ന റെയിൽവേയുടെ അവകാശവാദം പൊള്ള. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപം ടൺ കണക്കിന് മാലിന്യമാണ് സംസ്കരിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നത്. കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടും കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ടെത്തി മാലിന്യം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും റെയിൽവേക്ക് കുലുക്കമില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ കൈകഴുകിയ റെയിൽവേയുടെ അനാസ്ഥയാണ് കൊച്ചുവേളിയിൽ കാണുന്നത്. മാസങ്ങളായി ഒരു മാനദണ്ഡവും പാലിക്കാതെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യമാണ് ആ കാണുന്നത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ യാർഡിന് സമീപമാണ് ഈ കാഴ്ച. മാലിന്യം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകി. കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ടെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നിട്ടും റെയിൽവേക്ക് അനക്കമില്ല. മഴക്കാലത്തിന് മുൻപേ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണമെന്ന് പറഞ്ഞതാണ്. അതും റെയിൽവേ കേട്ടില്ല. മന്ത്രിയുടെ വാക്കിനും റെയിൽവേക്ക് പുല്ലുവില. മാലിന്യമെടുക്കാൻ കരാറുകാരുണ്ട്, കൃത്യമായ സംവിധാനമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന റെയിൽവേയുടെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഈ കാണുന്ന മാലിന്യങ്ങൾ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ റെയിൽവേക്ക് പങ്കില്ലെന്ന് പറയുന്നവർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടിയുമില്ല. 24 തിരുവനന്തപുരം. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ രേഖകൾ തയ്യാറാക്കാനുള്ള CPIM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും 21, 22 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് ഉണ്ടാവുക. സർക്കാരിന്റെ മുൻഗണനാ മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിസന്ധിയിലാണ് CPIM.
ഭരണവിരുദ്ധ വികാരവും ജനക്ഷേമ പദ്ധതികൾ മുടങ്ങിയതുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയത് എന്നാണ് കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗങ്ങൾ വിലയിരുത്തിയത്. ജില്ലാ നേതൃയോഗങ്ങളിലും സമാനമായ അഭിപ്രായം ഉയർന്നുവന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നായിരിക്കും ഇന്നാരംഭിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ പ്രധാനമായും തീരുമാനിക്കുക. സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകാനാണ് തീരുമാനം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പാർട്ടിയുടെ പരിഗണനയിലുണ്ടെങ്കിലും നിലവിലെ സാമ്പത്തികാവസ്ഥയിൽ അത് സാധ്യമാകില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുക, സപ്ലൈകോ അടക്കമുള്ള ജനകീയ സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുക തുടങ്ങിയവയാണ് പാർട്ടിക്ക് മുന്നിലുള്ള നിർദ്ദേശങ്ങൾ. മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമൊന്നും ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരില്ല. ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള മാറ്റങ്ങളാകും പ്രധാനമായും ഉണ്ടാവുക. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശൂരിൽ നടക്കും. രാവിലെ 11 മണിക്ക് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. തൃശൂരിലെ വിജയവും BJPക്ക് മറ്റ് മണ്ഡലങ്ങളിലുണ്ടായ മുന്നേറ്റവും തുടങ്ങി വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. മുന്നണി വിപുലീകരണവും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള സമരപരിപാടികളും ആസൂത്രണം ചെയ്യും. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLAയുടെ റിവിഷൻ ഹർജിയിൽ ഇന്നും ഹൈക്കോടതി മുൻപാകെ വാദം തുടരും. ഹർജിയിൽ സർക്കാരിനെ ഹൈക്കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. CMRL കമ്പനിയിൽ നിന്ന് എക്സോലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും വീണയുടെ അക്കൗണ്ടിലേക്കും പണമെത്തി. തെളിവുകൾ ഉണ്ടായിട്ടും വിജിലൻസ് കോടതി ഇടപെട്ടില്ല. ഇങ്ങനെയായിരുന്നു റിവിഷൻ ഹർജിയിൽ മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ. ഇനി ഒളിമ്പിക്സ് വിശേഷങ്ങൾ. പാരീസ് ഒളിമ്പിക്സിന് ഇത്തവണ ഇന്ത്യക്കായി ഇറങ്ങുന്നത് 117 അത്ലറ്റുകൾ. 7 മലയാളി താരങ്ങളും സംഘത്തിലുണ്ട്. 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് 117 അത്ലറ്റുകൾ. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ 124 എന്ന റെക്കോർഡ് നമ്പറിനേക്കാൾ 7 പേരുടെ കുറവ്. എങ്കിലും കഴിഞ്ഞ തവണത്തെ 7 മെഡലുകൾ എന്ന സർവകാല റെക്കോർഡ് തിരുത്തിക്കുറിക്കാൻ പോന്നവർ ഇന്ത്യൻ സംഘത്തിലുണ്ട്. അത്ലറ്റിക്സിലാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഘം, 29 പേർ. ഷൂട്ടിങ്ങിൽ 21, ഹോക്കിയിൽ 19, ടേബിൾ ടെന്നീസിൽ 8, ബാഡ്മിൻ്റണിൽ 7, ഗുസ്തി, അമ്പെയ്ത്ത്, ബോക്സിംഗ് എന്നിവയിൽ 6 വീതം, ഗോൾഫിൽ 4, ടെന്നീസിൽ 3, നീന്തലിലും സെയിലിംഗിലും 2 വീതം, അശ്വാഭ്യാസം, ഭാരോദ്വഹനം, ജൂഡോ, റോവിംഗ് എന്നിവയിൽ 1 വീതം താരങ്ങളാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. 43-കാരനായ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണയാണ് ടീമിലെ സീനിയർ. 14-കാരി നീന്തൽ താരം ദിനിതി ദേശിംഗി ജൂനിയറും. 7 മലയാളി താരങ്ങളാണ് ഒളിമ്പിക്സ് സംഘത്തിലുള്ളത്. ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്, ബാഡ്മിൻ്റൺ താരം HS പ്രണോയ്, ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കർ, റിലേ ടീമിലെ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ് യഹിയ എന്നിവർക്കൊപ്പം ഡൽഹി മലയാളിയായ അമോദ് ജേക്കബും കർണാടക മലയാളിയായ മിജോ ചാക്കോ കുര്യനുമുണ്ട്. കഴിഞ്ഞ തവണത്തെ 7 മെഡൽ ജേതാക്കളിൽ 5 പേരും ഇത്തവണയുമുണ്ട്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം നേടിത്തന്ന ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര, റിയോ ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാവും ടോക്കിയോയിലെ വെങ്കല മെഡൽ ജേതാവുമായ ബാഡ്മിൻ്റൺ താരം PV സിന്ധു, ഭാരോദ്വഹനത്തിലെ വെള്ളി മെഡൽ ജേതാവ് മീരാബായ് ചനു, ബോക്സിംഗിൽ വെങ്കലം നേടിയ ലവ്ലീന ബോർഗോഹെയ്ൻ, വെങ്കലം നേടിയ പുരുഷ ഹോക്കി ടീം എന്നിവർ ഇത്തവണയും മെഡൽ പ്രതീക്ഷ നൽകുന്നു. ഒപ്പം ബാഡ്മിൻ്റൺ ഡബിൾസിലെ 1-ാം നമ്പർ സ്വാതിക് ചിരാഗ് സഖ്യവും മനു ഭാക്കറുടെ നേതൃത്വത്തിലുള്ള ഷൂട്ടിംഗ് ടീമും അജന്ത ശരത് കമാലും മണിക ബത്രയും ഉൾപ്പെടുന്ന ടേബിൾ ടെന്നീസ് സംഘവുമെല്ലാം പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നാൽ മെഡൽ നേട്ടം 10 കടക്കുമെന്നാണ് ഇന്ത്യൻ കണക്കുകൂട്ടൽ. ഒളിമ്പിക്സ് ചരിത്രത്തിലാകെ 10 സ്വർണവും 9 വെള്ളിയും 16 വെങ്കലവും ഉൾപ്പെടെ 35 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തം. ഇന്ത്യ കളിച്ച അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും എന്തിന് സഞ്ജുവിനെ തഴയുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം. ബാറ്റിംഗ് ദുഷ്കരമായ ദക്ഷിണാഫ്രിക്കൻ പിച്ചിൽ സെഞ്ചുറിയുമായി ഒറ്റയ്ക്ക് പൊരുതി ടീം ഇന്ത്യക്ക് ജയവും പരമ്പരയും സമ്മാനിച്ച സഞ്ജു സാംസൺ
114 പന്തിൽ 108 റൺസ് എടുത്ത സഞ്ജുവിന്റെ ഇന്നിംഗ്സ് താരത്തിന്റെ ഏകദിന കരിയറിലെ വഴിത്തിരിവെന്ന ഇതിഹാസ താരങ്ങൾ വരെ വാഴ്ത്തി. പിന്നാലെ IPL-ലും തിളങ്ങിയതോടെ സഞ്ജുവിന് 2020 ലോകകപ്പിനുള്ള ടീമിലും ഇടം കിട്ടി. എന്നാൽ ഒറ്റ മത്സരത്തിൽ പോലും മലയാളി താരത്തിന് അവസരം നൽകിയില്ല. എങ്കിലും സഞ്ജുവിന്റെ ഏകദിന ഇന്നിംഗ്സ് സെലക്ടർമാർ മറക്കില്ലെന്നും ശ്രീലങ്കൻ പര്യടനത്തിൽ സഞ്ജു ഉണ്ടാവുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ എല്ലാം പതിവ് പോലെ സഞ്ജുവിനെ വീണ്ടും തഴഞ്ഞു. ഇനിയും സഞ്ജു എന്തു ചെയ്യണമെന്നാണ് ആരാധകരുടെ ചോദ്യം. സമൂഹ മാധ്യമങ്ങളിൽ സഞ്ജുവിനെതിരായ അനീതിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ്. മുൻ താരങ്ങളും സഞ്ജുവിനെ ഒഴിവാക്കിയതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. 2020 ടീമിൽ ഉണ്ടെങ്കിലും ഋഷഭ് പന്ത് ഉള്ളതിനാൽ സഞ്ജുവിന് അവസരം കിട്ടിയെന്ന് വരില്ല. ഇന്ത്യക്ക് ഇനിയുള്ള പ്രധാന ടൂർണമെന്റ് അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ്. അതടുത്തതോടെ സഞ്ജുവിനെ നൈസായി സെലക്ടർമാർ ഒഴിവാക്കിയെന്നാണ് ആരാധകരുടെ പക്ഷം. സ്പോർട്സ് ഡെസ്ക് 24. വനിതാ ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. രാത്രി 7 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ 2 മലയാളികളുമുണ്ട്. സജ്ന സജീവനും ആശാ ശോഭനയും. ഇതുവരെ നടന്ന 8 ടൂർണമെന്റുകളിൽ 7ലും ഇന്ത്യയാണ് ജേതാക്കളായത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയെ പോലും വഴിമാറി സഞ്ചരിപ്പിച്ച കുഴികളാണ് കുന്നംകുളത്തെ റോഡുകളിലുള്ളത്. ആ കുഴികളുടെ ഫോട്ടോ എടുത്ത് അയച്ചാൽ സമ്മാനം ഉറപ്പാണ്. മാസങ്ങളായി തകർന്നു കിടക്കുന്ന തൃശൂർ കുന്നംകുളം റോഡ് നേരെയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചത്. കുന്നംകുളം തൃശൂർ റോഡിലൂടെ ഒരു തവണ യാത്ര ചെയ്തവരാരും ആ യാത്ര മറക്കില്ല. റോഡിൽ കുഴികളല്ല, ഗർത്തങ്ങളാണിപ്പോൾ. മഴക്കാലമാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ റോഡ് തകർന്നതാണ്. വർഷക്കാലത്തിനു മുമ്പ് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതാണ് റോഡിനെ ഈ അവസ്ഥയിലാക്കിയത്. അപകടങ്ങൾ പതിവായി. വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധിച്ചു. ബസ് ജീവനക്കാർ പ്രതിഷേധിച്ചു. ഒരു ഗുണവുമില്ല. പെരുമഴയത്ത് കുറച്ച് കല്ലും മണ്ണും കുഴികളിൽ കൊണ്ടിട്ട് അധികൃതർ തടിയൂരി. അടുത്ത മഴയ്ക്ക് അത് ഒലിച്ചുപോവുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് കുന്നംകുളം വാട്സാപ്പ് ഗ്രൂപ്പ് വ്യത്യസ്തമായ മത്സരം സംഘടിപ്പിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. മത്സരത്തിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസോ എൻട്രി ഫീസോ ഇല്ല. 1, 2, 3 സ്ഥാനക്കാർക്ക് സമ്മാനം നൽകും. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരു അവസരം. അതായത് അവര് ഈ കുഴികളുടെയൊക്കെ വീഡിയോ ഫോട്ടോ ആയിട്ട് എടുക്കുക, ഇതൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇത്രയും ഫോട്ടോസും വീഡിയോസും വരുമ്പോഴെങ്കിലും നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അധികൃതർ ഇതിനൊരു നടപടി എടുക്കുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ഇത് കണ്ടെങ്കിലും അധികൃതർ റോഡ് നന്നാക്കട്ടെ എന്നാണ് ഗ്രൂപ്പ് അഡ്മിൻ പറയുന്നത്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള എളുപ്പവഴിയാണിത്. ഈ റോഡിലൂടെയുള്ള യാത്ര ഒഴിവാക്കിയാണ് 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി 23 കിലോമീറ്റർ അധികം സഞ്ചരിച്ചത്. 24 തൃശൂർ. മഴ വളരെ ശക്തമാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാകുന്നു. ചിലയിടങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായതിനെ തുടർന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ഒരു പ്രഭാതമാണ്. പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു.